നമസ്കാരം. നമുക്ക് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ഒരു ഓട്ടപ്രദർശനം നടത്തി വന്നാലോ? പാനിക് സിറ്റുവേഷനിൽ നിൽക്കുന്ന രാജ്യം മുറവിളി കൂട്ടുന്നു. വലിയ തോതിൽ അന്താരാഷ്ട്ര ശ്രദ്ധ തങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും ഇമ്മിനൻ്റായ ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഇന്ത്യൻ ആക്രമണത്തിന് തടയിടാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയെയും മറ്റ് രാജ്യങ്ങളെയും സമീപിക്കുന്നു. ഡിലേയിങ് ടാറ്റിക്സാണ്. ഇതെല്ലാം ചേർന്നുകൊണ്ട് പാകിസ്ഥാനകത്ത് നടക്കുന്ന പ്രതിരോധ ഒരുക്കങ്ങൾ, പ്രൊപ്പഗാൻഡ വാർഫെയർ, സന്നാഹങ്ങൾ, ഇതെല്ലാം ഒന്ന് പരിശോധിക്കാം. കാരണം നമുക്ക് ഭൗതികമായി പാകിസ്ഥാനുള്ളിൽ പോകാനാവാത്തത് കൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് പാകിസ്ഥാൻ്റെ ഉള്ളിലെ പടയൊരുക്കത്തെക്കുറിച്ച് ഒരു അവലോകനം നടത്താൻ ആവൂ. അതുമാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പ്രഖ്യാപിച്ച ചില നിർണായകമായ നടപടികൾ കണ്ടിന്യൂവേഷൻ എന്ന നിലയിലാണ്. ജലമൊക്കെ ഒഴുകുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ അത് നിയന്ത്രിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റായി വന്ന ചില ഇന്ത്യൻ റെസ്പോൺസും ഇന്ത്യയുടെ മിലിറ്ററി ഫ്ലെക്സിങ് മസിൽസ്, അതിന് മറുവശത്ത് എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ എന്നതിൻ്റെ ലാസ്റ്റ് പക്ഷേ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു ഫൈനൽ റൗണ്ട് അസസ്മെൻ്റാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. നമുക്കറിയാം, വാഗ അട്ടാരി ബോർഡർ അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അടയ്ക്കുന്നു, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അടയ്ക്കുന്നു. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള വാഗ ബോർഡർ പൂർണ്ണമായി ക്ലോസ് ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അല്ലാതെ പഴയ കാര്യങ്ങൾ ഒന്നുകൂടെ ചർവണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ 24 മണിക്കൂറുള്ള പൂർണ്ണമായി വാഗ ബോർഡർ അടച്ചു. നേരത്തെ പറഞ്ഞിരുന്നതാണ് മെയ് 1 എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്ക് നിയന്ത്രിക്കപ്പെടും. പക്ഷേ നൂറുകണക്കിന് പാകിസ്ഥാൻ സഞ്ചാരികളും പൗരന്മാരും ഇന്ത്യയിൽ പെട്ടുപോയി. അപ്പോൾ വരുന്ന ചോദ്യം, ഇന്ത്യ അത് തുറന്നു വിടാൻ തയ്യാറാണ്, പക്ഷേ പാകിസ്ഥാൻ അവരെ ഇപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ബോർഡർ അടച്ചിരിക്കുന്നു. വലിയൊരു പ്രതിസന്ധി അവിടെ ഉരുണ്ട് കൂടുകയാണ്. അപ്പോൾ അവരുടെ സ്വന്തം പൗരന്മാരെ അവർക്ക് വേണ്ട എന്നാണോ പറയുന്നത്? കാരണം അതൊരു വലിയൊരു പല നെറ്റികളും പുരികങ്ങളും ചുളിയുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയൊരു സന്നിഗ്ധ ഘട്ടം അവിടെ പറയുന്നത്, ഇന്ത്യ അലൗ ചെയ്യാൻ തയ്യാറാണ്, പാകിസ്ഥാൻ സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ അതൊരു പ്രതിസന്ധി ഘട്ടമാണ്. 1. 2, പാകിസ്ഥാൻ്റെ മുകളിലൂടെ ഇന്ത്യക്ക് വിമാനങ്ങൾ പറത്താൻ അനുമതിയില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി അനുമതി നിഷേധിച്ചിരുന്നു. അതിന് മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നത് ഇപ്പോഴാണ്. പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, ചരക്ക് വിമാനങ്ങൾ, മറ്റ് മൾട്ടിപർപ്പസ് എയർക്രാഫ്റ്റ് ഒന്നും തന്നെ ഇന്ത്യയുടെ എയർ സ്പേസിലൂടെ പറക്കാൻ പറ്റില്ല. കിഴക്കോട്ട് ഏതെങ്കിലും പ്ലെയിൻ പാകിസ്ഥാൻ്റെ ഭൂമിയിൽ നിന്നും പറക്കണമെങ്കിൽ ഈസി റൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് കുറുകെയാണ്. കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ സദർൺ ചൈന മേഖലയിലേക്കോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ മേഖലയിലേക്കോ, ജപ്പാനിലേക്കോ, ഓസ്ട്രേലിയയിലേക്കോ, എങ്ങോട്ടാണെങ്കിലും തെക്ക് കിഴക്കൻ മേഖലയിലേക്കൊക്കെ പോകാൻ ഇന്ത്യയുടെ എയർ സ്പേസ് സാധിക്കില്ല. അപ്പോൾ പിന്നെ ചെയ്യാൻ ഒക്കുന്നത് വടക്കോട്ട് പറന്ന് ചൈനയുടെ പർവ്വതനിരകളിലൂടെ ടിബറ്റൻ മലനിരകൾക്ക് മുകളിലൂടെ പറന്ന് ഏറെ ഇന്ധനവും സമയവും നഷ്ടപ്പെടുത്തി വൻ ചെലവ് 2 മണിക്കൂർ അധികം ഓരോ പ്ലെയിനും, കിഴക്കോട്ട് പറക്കുന്ന ഓരോ പ്ലെയിനും പറക്കേണ്ടി വരും ചൈനയുടെ മുകളിലൂടെയാണെങ്കിൽ. അതുമല്ല എങ്കിൽ അറബിക്കടലിലൂടെ നേരെ തെക്കോട്ട് പറന്ന് ശ്രീലങ്കയ്ക്ക് കുറുകെ, ഇന്ത്യയുടെ തെക്ക് പോയി ശ്രീലങ്കയ്ക്ക് കുറുകെ പറന്ന് വേണമെങ്കിൽ കിഴക്കോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യ എയർ സ്പേസ് അടച്ചത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. 3ാമത്തെ കാര്യം, ഷിപ്സിൻ്റെ മൂവ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. ഏതാണ്ട് 2 നാവികസേനകളും വടക്കൻ അറേബ്യൻ കടലിൽ ഇന്ത്യയുടെ നാവികസേനയും പാകിസ്ഥാൻ്റെ നാവികസേനയും മുഖാമുഖം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പാകിസ്ഥാൻ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ നേവൽ എക്സസൈസുകൾ നടത്തുന്നതേ ഉള്ളൂ. ഇന്ത്യയും പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ നേവൽ എക്സസൈസുകൾ നടത്തുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയുടെ നേവൽ എക്സസൈസസ് ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ കറാച്ചി തുറമുഖം, പാകിസ്ഥാൻ്റെ ഗദ്ദാർ തുറമുഖം ആക്രമണ ഭീഷണിയാണ് എന്ന് വരുന്നു. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ F-16 ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ ചില സ്ക്വാഡ്രനുകളെ
വിന്യസിച്ചിരുന്ന അതിർത്തി പ്രദേശത്തിന് അടുത്തുള്ള വ്യോമതാവളങ്ങളിൽ വിന്യസിച്ചിരുന്നത് തെക്കോട്ട് മാറ്റി ഗദ്ദർ മേഖലയിൽ വിന്യസിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ. കാരണം അവിടെ അല്ലല്ലോ സംഘർഷം നടക്കുന്നത്, കാശ്മീർ LOCയുടെ ചുറ്റുപാടുമാണ്. അതേസമയം തെക്ക് വലിയ സംഘർഷമില്ലല്ലോ എന്നതുകൊണ്ട് വിമാനങ്ങൾ പറന്ന് പൊങ്ങിയെങ്കിലല്ലേ അവർക്ക് പ്രഹരശേഷി ഉണ്ടാകൂ. അവരുടെ വിമാനങ്ങളെ ഒറ്റയടിക്ക് തകർക്കാൻ ഇന്ത്യ ശ്രമിക്കുമോ എന്നൊരു ഭയമുണ്ട്. അപ്പോൾ 3 പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങൾ പാകിസ്ഥാനുണ്ട്. പല താവളങ്ങളുണ്ട്, അതിൽ 3 എണ്ണം, ഇത് 3ഉം തന്നെ വൾണറബിളാണ് എന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ വ്യോമ ആക്രമണം, അതായത് കടലിൽ നിന്ന് കടന്നു വരാൻ സാധ്യതയുള്ള വ്യോമാക്രമണം 2 രീതിയിലാണ്. ഒന്ന്, കപ്പലിൽ നിന്നും വിക്ഷേപിക്കാവുന്ന, കരയിലേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ. പിന്നീട് കപ്പലിൽ നിന്നും പറന്നു പോകുന്ന എയർക്രാഫ്റ്റുകൾ, എയർ ടു ലാൻഡ് മിസൈലുകൾ. പിന്നീട് നമ്മുടെ ഇവിടുന്ന് കുതിച്ചു പോകാൻ സാധ്യതയുള്ള റോക്കറ്റുകൾ, അല്ലെങ്കിൽ കടലിൽ നിന്നും വരാൻ സാധ്യതയുള്ള റോക്കറ്റുകൾ. ഈ പല രീതിയിലും വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെടും എന്ന ഒരു വലിയ ഭീഷണി പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് HQ-9 സംവിധാനം, ചൈനയിൽ നിന്നും വാങ്ങിയെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ ബീഫപ്പ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് പാകിസ്ഥാൻ. അതുപോലെ CF-16 ഫൈറ്റേഴ്സിൻ്റെ സ്ക്വാഡ്രണുകൾ പുനർവിന്യസിക്കുന്ന പാകിസ്ഥാനെ നമ്മൾ കാണുന്നു. അപ്പം അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പാനിക് സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് നിരന്തരം LOC മേഖലയിൽ വെടിവെപ്പ് നടക്കുന്നു. അത് സ്കർമിഷസ് എന്ന് പറയും, ചെറിയ ഏറ്റുമുട്ടലാണ്. LIC, ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് മിലിറ്ററി ടെർമിനോളജിയിൽ പറയാവുന്ന വലിയൊരു ഹൈ ഇൻറ്റൻസിറ്റി ഹൈ ഫ്ലൈ കോൺഫ്ലിക്റ്റ് അല്ല, വളരെ ചെറിയ അതൊരു 1000 ഡോക്ടറിൻ്റെ ഭാഗം പോലുമല്ല, ചെറിയ. അപ്പം നിരന്തരം അതിർത്തി മേഖലയിൽ നിരന്തരമായ ആക്രമണങ്ങൾ. സൈന്യം ഇരച്ചു കയറുന്നൊന്നുമില്ല പാകിസ്ഥാൻ സൈന്യം, പക്ഷേ വെടിവെപ്പ് 3 മേഖലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3 മേഖലയിൽ വെടിവെപ്പ് നടന്നതായി സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളുണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് 2 ആർമി, പാകിസ്ഥാൻ ആർമിയുടെ 2 ഡിവിഷനുകൾ LOC മേഖലയിലെ കാശ്മീർ, പാക് ഓക്യുപ്പൈഡ് കാശ്മീരിനുള്ളിൽ LOCക്ക് അഭിമുഖമായി 2 സ്ക്വാഡ്രണുകൾ, 2 ഡിവിഷനുകൾ. ഒരു ഡിവിഷനിൽ ടാങ്ക് ഡിവിഷന്, ടാങ്കുകളും കവചിത വാഹനങ്ങളും അടങ്ങുന്ന ഡിവിഷനാണ്. മറ്റൊരു ഡിവിഷൻ ഇൻഫൻട്രി ഡിവിഷനാണ്, അതായത് കാലാൾ പട്ടാളം, ആ പട്ടാളത്തിൻ്റെ ഡിവിഷനാണ്. അതുപോലെ കവചിത വാഹനങ്ങളും പീരങ്കികളും ഒക്കെ ഉള്ള ഡിവിഷനാണ് ഈ 2 ഡിവിഷനുകൾ. അപ്പോൾ ആ ഒരു പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൻ്റെ അതിർത്തി മേഖലയിൽ അത് വിന്യസിക്കുമ്പോൾ അവിടെയാണല്ലോ സ്വാഭാവികമായി ആക്രമണം ഉണ്ടാകേണ്ടത് പാകിസ്ഥാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഇന്ത്യ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് 1972 സിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറിയപ്പോൾ വെടിനിർത്തൽ അവിടെ ബാധകമല്ല, വെടിനിർത്തലാണത് കരാർ. അതുപോലെ യഥാർത്ഥ നിയന്ത്രണ രേഖയെ സംരക്ഷിച്ച് നിർത്തുക, അത് ക്രോസ് ചെയ്യരുത്. അപ്പം പാകിസ്ഥാൻ തന്നെ പിന്മാറിയ സ്ഥിതിക്ക് ഇന്ത്യ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാൻ ഏറ്റവും അനുകൂല സാഹചര്യമായി ഈ സാഹചര്യം ഉപയോഗിക്കുമോ എന്ന ഒരു ഭീതി പാകിസ്ഥാനുണ്ട്. അതൊരു വലിയ പാനിക്കാണ്. അത് POK പോയി കഴിഞ്ഞാൽ പിന്നെ സൈന്യത്തിന് തലപൊക്കി നിൽക്കാനാവില്ല. പാകിസ്ഥാൻ മുഴുവൻ പിടിക്കുക എന്നതല്ല, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടെ കസ്റ്റഡിയിലായാൽ അത് വൻ തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ. അത് വലിയൊരു പ്രദേശമാണെന്ന് ഓർക്കണം. അത്ര എളുപ്പമല്ല. ഇത് പറയുമ്പോഴെല്ലാം നമ്മളൊരു പോസിറ്റീവ് നോട്ടിൽ പറയുന്നു എന്ന് തോന്നുമ്പോൾ വളരെ എളുപ്പമല്ലത്. സൈനിക ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആധുനിക യുദ്ധങ്ങളൊന്നും അങ്ങനെ അധികം ഭൂമി പിടിച്ചെടുക്കാൻ കഴിയുന്ന തരം യുദ്ധമല്ല. പക്ഷേ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ശക്തമായ റഷ്യൻ സൈന്യത്തിന് ഉക്രൈനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിലും 2 മേഖലകൾ, ഡൊണസ്ക്, ലുഹാൻസ് മേഖലയിലെ നല്ലൊരു പങ്ക് ഈ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ, അത് ഏതാണ്ട് മൊത്തം ടെറിട്ടറി 20% വരും. അതോടൊപ്പം തന്നെ ക്രൈമിയയും ചേർത്താൽ 20% ഓഫ് ദ ടെറിട്ടറി ഓഫ് ഉക്രൈൻ ഈ നൗ വിത്ത് റഷ്യ. ഒരിക്കൽ യുദ്ധം കഴിഞ്ഞാൽ, കരാറൊക്കെ ആയിക്കഴിഞ്ഞാൽ പിടിച്ചതാണ്, പിടിച്ചു വെച്ചത്. ഇനിയും ഐക്യരാഷ്ട്രങ്ങളിലൊന്നും പോയി വെടിനിർത്തൽ കരാർ കൊണ്ടുവന്ന് വിട്ടുകൊടുക്കാനൊന്നും ഒരു രാജ്യവും തയ്യാറായില്ല. റഷ്യയും തയ്യാറായില്ല ഉക്രൈൻ്റെ ഭൂമി വിട്ടുകൊടുക്കാൻ. പാകിസ്ഥാൻ്റെ ഭൂമി ഇന്ത്യ ഇപ്രാവശ്യം പിടിച്ചാൽ വിട്ടുകൊടുക്കാൻ ഒരു സാധ്യതയുമില്ല. ലോകാവസാനം വരെ അത് ആ വിഷയം ഇങ്ങനെ നീണ്ടു നിൽക്കും, വിട്ടുകൊടുക്കാനൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് അത് ഭയന്നാണ് 2 ഡിവിഷനുകളെ അങ്ങോട്ട് നീക്കിയത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന എയർ ഷോ, ഇപ്പോൾ എയർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ. 5 വ്യത്യസ്തമായ വൈവിധ്യമാർന്ന വിമാനങ്ങളാണ് ബ്രിട്ടനിൽ നിന്നും വാങ്ങിയ ജാഗ്വാർ വിമാനങ്ങൾ. ഫ്രാൻസിൽ നിന്ന് ഭാരതം സ്വീകരിച്ച 2 തരം വിമാനങ്ങൾ, മിറാഷ് വിമാനങ്ങൾ.
ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ആഡ് ചെയ്ത നല്ല പ്രഹരശേഷിയുള്ള മെന്യൂവറബിലിറ്റിയുള്ള റഫാൽ വിമാനങ്ങൾ, അതിൻ്റെ പുതിയൊരു ബാച്ച് വരാൻ പോകുന്നു. അത് കരാർ ആയി. അപ്പം ഇനി അതിന് വർഷങ്ങൾക്കുള്ളിലാണ് വരുന്നത്. പക്ഷേ ഓൾറെഡി എത്തിയ വിമാനങ്ങൾ സ്ക്വാഡ്രണുകളായി പരീക്ഷണം നടത്തുകയാണ്, പറക്കലുകൾ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ട്രഡീഷണലായ മിഗ് വിമാനങ്ങൾ, റഷ്യയിൽ നിന്നും വാങ്ങിയ മിഗ് വിമാനങ്ങൾ, ഇൻറ്റേർണലി തന്നെ നമ്മൾ വികസിപ്പിച്ചെടുത്ത മിഗിൻ്റെ ഫാക്ടറി ഇവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ടെന്ന് ഓർക്കണം. അതോടൊപ്പം തന്നെ സുഖോയ് MKI-30 ആ വിമാനം, വൈവിധ്യമാർന്ന വിമാനങ്ങളാണ് ഇന്ത്യയുടെ മുതൽക്കൂട്ട്. പാകിസ്ഥാന് പ്രധാനമായുള്ളത് അമേരിക്കയുടെ F-16 ഒക്കെയാണ്. അപ്പം അത് മുൻകാലങ്ങളിൽ പ്രഹരശേഷി ഉണ്ടായെങ്കിലും ഇപ്പോൾ ആധുനികവൽക്കരിക്കാൻ, പാകിസ്ഥാൻ്റെ എയർഫോഴ്സിനെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കാൻ എണ്ണം കൊണ്ടും ഗുണമേന്മ കൊണ്ടും പ്രഹരശേഷി കൊണ്ടും ഇന്ത്യയുടെ എയർഫോഴ്സിനോട് കിടപിടിക്കുന്ന ഒന്നല്ല. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ എയർഫോഴ്സ് ഡിസ്പ്ലേ ഓഫ് പവർ, കഴിഞ്ഞ ദിവസം നേവൽ ഡിസ്പ്ലേ ഓഫ് പവർ കണ്ടു. അവരുടെ വെബ്സൈറ്റിൽ, നേവിയുടെ വെബ്സൈറ്റിലുൾപ്പെടെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ എയർ ഷോ ആണ്. അപ്പോൾ ഇത് കലകളിൽ ഇത് ആവശ്യം തന്നെയാണ്. രാജ്യത്തിൻ്റെ ഒരു ആത്മവീര്യം ഉയർത്തി നിർത്താനും ശത്രുവിന് വേണ്ട രീതിയിൽ മുന്നറിയിപ്പ് കൊടുക്കാനും ഇതാവശ്യമാണ് എന്നതാണ് പ്രധാനം. ഇതെല്ലാം കണ്ടിട്ട് ആർമിയുടെ ഭാഗത്തു നിന്ന് പാക് മിലിറ്ററി സ്പോക്സ് പേഴ്സൺ അഹമ്മദ് ഷെരീഫ് ചൗധരി ഒരു വിടുവ പറഞ്ഞു. വിടുവാന്നല്ല, അതൊക്കെ എന്ത് വർത്തമാനമാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് യുദ്ധം വേണമെങ്കിൽ തുടങ്ങാം, പക്ഷേ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, യുദ്ധം എപ്പോൾ അവസാനിക്കും, ഇതൊന്നും നിങ്ങളുടെ കയ്യിലല്ല എന്ന് ഓർക്കണം. കുറച്ചൊക്കെ ശരി തന്നെയാണ് കേട്ടോ. ഒരു യുദ്ധം തുടങ്ങി വെക്കാൻ എളുപ്പമാണ്, പക്ഷേ അവസാനിപ്പിക്കാൻ നമ്മൾ ഇസ്രായേൽ പലസ്തീൻ പോരാട്ടം കണ്ടു, റഷ്യ യുക്രൈൻ പോരാട്ടം കണ്ടു. തുടങ്ങി വെക്കാൻ എളുപ്പമാണെന്നല്ല, തുടങ്ങാം. അവസാനമില്ലാതെ നീണ്ടുപോകുന്നൊരു യുദ്ധത്തിലേക്കാണ് രാജ്യങ്ങൾ വലിച്ചിഴക്കപ്പെടുന്നത് എന്ന് ചെറു ഭീഷണിയുടെ സ്വരത്തിൽ, തെല്ലി പരിഹാസത്തിൻ്റെ സ്വരത്തിൽ പാകിസ്ഥാൻ്റെ മിലിറ്ററി സ്പോക്സ്മാൻ അഹമ്മദ് ഷെരീഫ് ചൗധരി പറഞ്ഞതും ഇത്തരുണത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വമ്പൻ പ്രചരണ സംവിധാനമാണ് പ്രൊപ്പഗൻഡ ബ്ലിറ്റ്സ്ക്രീഗ്, പ്രൊപ്പഗൻഡ യുദ്ധം, പ്രചരണ യുദ്ധം, ഫോൾസ് നറേറ്റീവ്സ്. അത് നശിക്കുന്നത് പാകിസ്ഥാനിലെ ചില യൂട്യൂബ് ഗ്രൂപ്പുകളാണ്, ചില യൂട്യൂബ് ചാനലുകളും അതുപോലെ മറ്റ് ചില വ്യക്തികൾ. ഈ പാകിസ്ഥാൻ്റെ റാവൽപിണ്ടി എക്സ്പ്രസ് എന്നൊക്കെ വിളിക്കുന്ന ഷോയബ് അക്തറിൻ്റെ ഉൾപ്പെടെയുള്ള ചാനലുകളെ, 19 യൂട്യൂബ് ചാനലുകളെ കഴിഞ്ഞ ദിവസം ഇന്ത്യ നിരോധിച്ചു. അതുപോലെ കൂടുതൽ ചാനലുകളെ പാകിസ്ഥാൻ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളും പാകിസ്ഥാൻ ന്യൂസ് ചാനലുകളും ഉൾപ്പെടെ നിരോധിക്കുന്നു. പാക് FM റേഡിയോ ഇപ്പം നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ സർവീസ് ഇന്ത്യ, അപ്പം പാകിസ്ഥാൻ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിനെ, കാരണം അവരൊക്കെ ഉറുദുവും ഹിന്ദിയൊക്കെ അടുത്തടുത്ത ഭാഷകളാണെന്ന് ഓർക്കണം. പാകിസ്ഥാൻ്റെ ആളുകൾക്ക് ഇന്ത്യയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് വടക്കേ ഇന്ത്യൻ ആളുകളുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഹിന്ദി തന്നെ ആവശ്യം വരും. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഷ ഉറുദു ഭാഷയും ഹിന്ദിയുമൊക്കെ, ഇന്ത്യയിൽ സംസാരിക്കുന്ന ഹിന്ദിയുമൊക്കെ അടുത്തടുത്ത സമാന ഭാഷകളായതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തോതിലുള്ള ആരാധകരുണ്ട്, അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവും. പാകിസ്ഥാൻ്റെ സിനിമാ താരങ്ങൾ, ഇന്ത്യയുടെ സിനിമാ താരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജനത അംഗീകരിക്കുന്നതാണ്. ക്രിക്കറ്റ് താരങ്ങൾ നോക്കൂ, പാകിസ്ഥാൻ്റെ വലിയ ക്രിക്കറ്റ് താരങ്ങൾ ഇന്ത്യയിൽ വലിയ ആരാധക വൃന്ദമുള്ളതാണ്. അതുപോലെ ഇപ്പോൾ IPL-ലൊന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ കളിക്കുന്നില്ല. അത് മറ്റു കാരണത്താലാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നേരിട്ട് ന്യൂട്രൽ വേദികളിലല്ലാതെ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നില്ല. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ലോകകപ്പുമായി ബന്ധപ്പെട്ട മിക്ക മത്സരങ്ങളിലും ആധികാരിക ജയം ഇന്ത്യക്കായിരുന്നു എന്നതും വിസ്മരിക്കുന്നില്ല. അതെല്ലാം ന്യൂട്രൽ വേദികളിലാണ്, ഗൾഫ് നാടുകളിൽ നടന്ന മത്സരങ്ങളാണ്. ഇത് നോക്കുമ്പോൾ ട്രാക്ക് 2 ഡിപ്ലോമസിയുടെ 2ാം ട്രാക്ക് നയതന്ത്രത്തിൻ്റെ എല്ലാ സാധ്യതയും അടഞ്ഞിരിക്കുന്നു. കാരണം ഇൻഡസ്ട്രി ക്യാപ്റ്റൻസ്, സ്പോർട്സ് പേഴ്സണൽ, കൾച്ചറൽ ലുമിനറീസ്, സിനിമാ താരങ്ങൾ, അങ്ങനെയൊക്കെയുള്ളവരാണ് ജനത, പീപ്പിൾ ടു പീപ്പിൾ ഗുഡ് വിൽ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അതുപോലും വേണ്ട എന്ന് 2 രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു. പ്രോപ്പഗാൻഡയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ്റെ ഇൻഫ്ലുവൻസേഴ്സിനെ, അതായത് യൂട്യൂബ് ചാനൽ ഒക്കെ നടത്തുന്ന ആളുകൾ ഉപയോഗിക്കുന്നു. അത് ഉപേക്ഷിച്ചിരിക്കുന്നു. അത് വലിയൊരു ഡെവലപ്മെൻറ്റാണ്. കാരണം അതുകൊണ്ട് ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ അരോചകമാണ്. അത് വേണ്ട എന്നുള്ള കർശന നിലപാടാണ് ഇന്ത്യ. അപ്പോൾ ഇൻഫർമേഷൻ ക്യാമ്പയിൻ പോലും നടത്താൻ വയ്യാത്ത നിലയിൽ ഇന്ത്യ വാതിലുകൾ കൊട്ടി അടച്ചു. ഇനി പാകിസ്ഥാനെ ഏറ്റവും അലോസരപ്പെടുത്തുന്നത് പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത 7 ഭീകരരുടെ ഐഡൻറ്റിറ്റിയാണ്. അവരിപ്പോൾ പീർ പഞ്ചാൽ മലനിരകളിൽ എവിടെയോ ഉണ്ട്. എവിടെയെന്ന് ഇന്ത്യൻ സൈന്യത്തിന്
ഒരു സൂചനയുണ്ട്. 4 ഇടങ്ങളിൽ അവർ മുഖാമുഖം സൈന്യവുമായി വന്നു, പക്ഷേ പിടിയിലായിട്ടില്ല. ഒരുപക്ഷെ പിടിയിലായതിനു ശേഷം ചോദ്യം ചെയ്യലിൻ്റെ ഘട്ടത്തിലാകാം ഇപ്പോൾ ഈ വിവരം ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ എന്ന നിലയിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ വിടാത്തത് കൊണ്ടുമാകാം. ഒരു ടൈം വരുമ്പോൾ ഇതിനൊക്കെ ടൈമിംഗ് ഉണ്ട്. ആർമി നടത്തുന്ന കോമ്പിംഗ് ഓപ്പറേഷനെക്കുറിച്ച് അതത് സമയത്ത് ലൈവ് റിപ്പോർട്ട് ആർമി ഒരിക്കലും കൊടുക്കില്ല. നമ്മുടെ ചാനലുകളൊക്കെ, വാർത്താ ചാനലുകളും വിദേശ ചാനലുകളും ഒക്കെ തന്നെ ഊഹിച്ചെടുക്കുന്നതാണ് പലതും. പക്ഷേ അവരെ പിടികിട്ടി പൂർണ്ണമായി അവരെ കസ്റ്റഡിയിലായിട്ടുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അവർ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ ഇടിച്ചു പിഴിഞ്ഞ് കറക്റ്റ് ഇൻഫർമേഷൻ പാകിസ്ഥാനെക്കുറിച്ചുള്ള തെളിവ് ലോകത്തിന് മുന്നിൽ ഹാജരാക്കും. ഇപ്പോൾ പാകിസ്ഥാൻ ആലോചിക്കുന്നത് എന്താണ്? ഇത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനാണ്. പാകിസ്ഥാനുമായി ബന്ധമുള്ള തീവ്രവാദ സംഘടനകളൊന്നും തന്നെ അവിടെ ആക്റ്റീവല്ല, ഇന്ത്യ വെറുതെ പറയുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ വലിയ ചങ്കടിപ്പാണ് പാകിസ്ഥാൻ. ഇവരുടെ വായിൽ നിന്ന് വരുന്നത് സ്പിൽ ഓവർ ഇഫക്റ്റ്, സ്പില്ലിംഗ് ദ ബീൻസ് എന്ന് പറയും. അത് കണ്ടെത്തുമോ? ഇത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് ഭീകരരും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള ബന്ധമാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് വലിയ 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 പ്രശ്നമാണ്. അത് മാത്രമല്ല, ഇന്ത്യയുടെ ആക്രമണം ഏതു നേരവും സംഭവിക്കാം എന്നത് യുണൈറ്റഡ് നേഷൻസിൽ വിഷയം പോയി കഴിഞ്ഞാലും ഇന്ത്യക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. പാകിസ്ഥാനാണ് ആദ്യം ആക്രമണം നടത്തിയത് എന്ന് തെളിയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ വലിയ തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാന് നയതന്ത്ര തലത്തിൽ. സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ ഒറ്റപ്പെടാൻ സാധ്യതയാണ്. ചൈന മാത്രമായിരിക്കും. ഓഫ് കോഴ്സ് ചൈന വിൽ വീറ്റോ ഇൻ ഫേവർ ഓഫ് പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരായി വീറ്റോ പ്രയോഗിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ വീറ്റോ പ്രയോഗിച്ചുകൊണ്ട് എന്താ? യുദ്ധം തുടരാനുള്ളത് തുടങ്ങും. വീറ്റോ എന്ന് പറഞ്ഞാൽ പ്രയോഗിച്ചുകൊണ്ട് വെടിനിർത്തൽ കൊണ്ടുവരാൻ പറ്റുമോ? യുണൈറ്റഡ് നേഷൻസ് ഒന്നും വിചാരിച്ചാൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ ഒക്കുന്ന കാലം കഴിഞ്ഞുപോയി. ഇന്ത്യയുടെ ഇച്ഛാശക്തി അനുസരിച്ച് പാകിസ്ഥാനെ തകർത്തു മാറാൻ കഴിയും. ഇച്ഛാശക്തി രാഷ്ട്രീയമായി നമ്മൾ കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അങ്കലാപ്പിലായിരിക്കുന്ന പാകിസ്ഥാൻ്റെ ഖൽബിനുള്ളിലേക്ക്, മനസ്സിനുള്ളിലേക്ക് കടന്നു കയറിയ ഒരു ചെറിയ വിവരണം മാത്രമായിരുന്നു ഇത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം പ്രേക്ഷകരെ കണ്ടു. കാരണം ഇപ്പോൾ പല പ്രേക്ഷകരും പറയുന്നത് ഈ അടിക്കുമെന്ന് പറയുന്നു. എന്താണ് അടിക്കാത്തത്? ഇതൊന്നും നമ്മുടെ കയ്യിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്തുക മാത്രമേ പരമാവധി ആർക്കും ചെയ്യാനാവൂ. മനുഷ്യസാധ്യമായത് ഈ സാഹചര്യങ്ങളുടെ പൊരുൾ തിരിച്ച് അത് വിലയിരുത്തുക, അത് സത്യസന്ധമായി അത് ഷെയർ ചെയ്യുക. അല്ലാതെ പക്ഷം പിടിച്ചുകൊണ്ടോ വീരവാദം പറഞ്ഞുകൊണ്ടോ അല്ല. വീരവാദം പറയുന്നതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന വീരവാദങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിർത്തിക്ക് ഇരുപുറവുമുള്ള സൈനിക സന്നാഹങ്ങളെക്കുറിച്ച് അവൈലബിൾ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുന്നു എന്ന് മാത്രം. താങ്ക് യു.